ഒരു പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ കാണുന്നത് വെറും കെട്ടിടമല്ല. ഓരോ ചിഹ്നവും ഓരോ വെളിച്ചവും ഒരു സന്ദേശം പറയുന്നു. പലർക്കും അത് സാധാരണമായി തോന്നാം, പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലായാൽ വിശ്വാസം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടും. പള്ളിയിലെ ചിഹ്നങ്ങൾ നമ്മോട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പള്ളിയിലെ ഏറ്റവും പ്രധാന ചിഹ്നം കുരിശ്. ഇത് വെറുമൊരു അടയാളമല്ല, ഒരു ത്യാഗത്തിന്റെ അടയാളമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യരുടെ രക്ഷയ്ക്കായി തന്റെ ജീവൻ നൽകിയതിന്റെ ഓർമ്മ. സ്നേഹം ത്യാഗത്തിലൂടെയാണ് തെളിയുന്നത് എന്ന് കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പള്ളിയിലെ കത്തുന്ന മെഴുകുതിരി അത് വെളിച്ചം മാത്രമല്ല, അത് പ്രത്യാശയാണ്. ഇരുട്ടിനിടയിൽ പോലും ദൈവത്തിന്റെ വെളിച്ചമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മെഴുകുതിരി സ്വയം കത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നു. അതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം. ഇതിലൂടെ നാം പഠിക്കുന്നത് നമ്മളും മറ്റുള്ളവർക്കായി വെളിച്ചമാകണം എന്നാണ്. ഇവിടെയാണ് പരിശുദ്ധ കുർബാന നടക്കുന്നത്. അപ്പവും വീഞ്ഞും ദൈവത്തിന്റെ സാന്നിധ്യമായി മാറുന്ന സ്ഥലം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മോടൊപ്പം ജീവിക്കുന്നു. ദേവാലയങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് നിറമുള്ള ഗ്ലാസ് ജാലകങ്ങൾ. അത് വെറും അലങ്കാരമല്ല, അവ ബൈബിളിലെ കഥകൾ പറയുന്നു. വെളിച്ചം അതിലെ കടന്നു പോകുമ്പോൾ അതൊരു സന്ദേശമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കും. ഇനിയിപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആലോചിക്കണം, ഇവയൊന്നും വെറുതെ വെച്ചിരിക്കുന്ന ചിഹ്നങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളോ ഒന്നുമല്ല. ഓരോ ചിഹ്നത്തിനും ഓരോ വസ്തുക്കളിലും ദൈവത്തിൻ്റെതായ ഒരു സന്ദേശം ഉണ്ട്. അത് നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ആഴത്തിലാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.